ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീട്ടിലും ചൈൽഡ് ബെനിഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ ആവശ്യമുണ്ട്. അതുപോലെ പാർട്ട്ണറിൻ്റെ ഒരു മന്ത്ലി ഇൻകം, നെറ്റ് ഇൻകം എത്രയെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സിസ്റ്റർ നമ്പർ ആവശ്യമാണ്. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെയുള്ള ഒരു 9 ഡിജിറ്റ് നമ്പറാണ്. ഇനി നിങ്ങളുടെ കുട്ടി ജനിച്ചത് യുകെയുടെ ഔട്ട്സൈഡ് യുകെയുടെ നിങ്ങളുടെ കുട്ടി ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്കിനി നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഹൗ ടു അപ്ലൈ ഫോർ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ government.uk ചൈൽഡ് ബെനിഫിറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. അത് കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നമുക്ക് വേണ്ട മേക്ക് എ ക്ലെയിം ആണ്. അപ്പോൾ അവരിതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടിയുണ്ട്, അതിൻ്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്ന 48 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് ചൈൽഡ് ബെനിഫിറ്റ്. അപ്പം നമ്മൾ ഇതിലെടുക്കുന്ന മേക്ക് എ ക്ലെയിം ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ ഫസ്റ്റ് ചോദിക്കുന്നത് വിത്ത് ചൈൽഡ് ബെനിഫിറ്റ് സർവീസ് ഡു യു വാണ്ട് യൂസ് എന്നാണ്. ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആഡ് ചൈൽഡ് ടു എക്സിസ്റ്റിംഗ് ക്ലെയിം കൊടുക്കുക. അതല്ലാതെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാം എടുക്കുന്നത് മേക്ക് എ ന്യൂ ക്ലെയിം എന്നുള്ളൊരു ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനുശേഷം അവർ ചോദിക്കുന്നത് ഡു യു വാണ്ട് സൈൻ ഇൻ. അപ്പോൾ നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ഗേറ്റ് വേയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു കോഡ് തരും, ഒരു OTP നമ്പർ വരും, നമ്മളത് അടിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അവർ ചോദിക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. പിന്നെ കൺഫേം യുവർ നെയിം ഡീറ്റെയിൽസ്. ഇസ് ദിസ് നെയിം കറക്റ്റ്? യെസ്. ഹാവ് യു എവർ ബീൻ നോൺ ബൈ എനി അതർ ലാസ്റ്റ് നെയിംസ് ഓർ ഫാമിലി നെയിംസ്. ഇപ്പോൾ വുമണൊക്കെയാണ്, ഏതെങ്കിലും വുമൻസാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേരൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ്. ഞാൻ പേരൊന്നും മാറ്റിയിട്ടില്ല, നോയാണ് കൊടുക്കുന്നത്. കൺഫേം യുവർ അഡ്രസ് ഡീറ്റെയിൽസ്. ഇസ് ദിസ് അഡ്രസ് കറക്റ്റ്? യെസ്. ഹാവ് യു ലീവ്ഡ് അറ്റ് ദിസ് അഡ്രസ് ഫോർ മോർ ദാൻ 12 months. നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 year കൂടുതലായി. അപ്പോൾ യെസ് കൊടുക്കുന്നു. വാട്ട് ഈസ് യുവർ ടെലിഫോൺ നമ്പർ? അത് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു റിസീവ് കൺഫർമേഷൻ ഓഫ് യുവർ ക്ലെയിം ബൈ ഇമെയിൽ? യെസ്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? ഇന്ത്യൻ. അപ്പോൾ അവർ യു ഹാവ് ആഡ് വൺ നാഷണാലിറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഉപയോഗിക്കുന്നത് ടെൽ us വേർ യു ഹാവ് ലീവ് ഇറ്റ്. വേർ ഹാവ് യു ലീവ് ഇറ്റ്? നമ്മൾ നേരത്തെ അബ്രോഡിലായിരുന്നു, മീൻസ് ഇന്ത്യയിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ലീവ് ഇറ്റ് ഇൻ ദ UK ആൻഡ് എബ്രോഡ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ടെൽ us വേർ യു ആർ ലിവിങ്. ഡു യു നോർമലി ലിവ് ഇൻ ദ UK? നമ്മളിപ്പോൾ UK ലായതുകൊണ്ട് എസ് കൊടുക്കുന്നു. വെൻ ഡിഡ് യു അറൈവ് ഇൻ ദ UK? അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് UK വന്നത് അതിൻ്റെ ഡേയും മന്തും ഇയറെല്ലാം അവിടെ കൊടുക്കുക. അടുത്ത ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്? എംപ്ലോയിഡ്. ഇൻ ദ ലാസ്റ്റ് 3 months ഹാവ് യു വർക്ക്ഡ് ഇൻ എ കൺട്രി ഔട്ട്സൈഡ് ദി UK? നോ ആണ്. In the last 3 months, have you been paid benefits from a country outside the UK? No. Are you claiming child benefit right now? അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. വാട്ട് അതർ ബെനിഫിറ്റ്സ് ഡു യു ക്ലെയിം? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക, ഒന്നുമില്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് കൊടുക്കുക, അതിൻ്റെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. HM Force and Civil Servants. Are you a member of HM Forces or a civil servant working abroad? നോയാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ആൻസറൊക്കെ ചെക്ക് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ആൻസേഴ്സ് എല്ലാം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് യുവർ മാരിറ്റൽ ഓർ സിവിൽ പാർട്ണർഷിപ്പ് സ്റ്റാറ്റസ്? മാരീഡ് ഓർ ഇൻ എ സിവിൽ പാർട്ണർഷിപ്പ്? ഈസ് യുവർ പാർട്ണർ ക്ലെയിമിങ് ചൈൽഡ് ബെനിഫിറ്റ് റൈറ്റ് നൗ? നമ്മുടെ പാർട്ണർ ചൈൽഡ് ബെനിഫിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് പാർട്ണർ ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ നോട്ട് ക്ലെയിമിങ് ചൈൽഡ് ബെനിഫിറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. വാട്ട് ഈസ് യുവർ പാർട്ട്നേഴ്സ് നാഷണൽ ഇൻഷുറൻസ് നമ്പർ?
വാട്ട് ഈസ് യുവർ പാർട്ട്നേഴ്സ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അവരുടെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുക. വാട്ട് ഈസ് യുവർ പാർട്ട്നേഴ്സ് നാഷണാലിറ്റി. ഇന്ത്യൻ. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഉള്ളത് തന്നെ യു ഹാവ് ഓർഡർ വൺ നാഷണാലിറ്റി ഫോർ യുവർ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത വാട്ട് ഈസ് യുവർ പാർട്ട്നേഴ്സ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സെൽഫ് എംപ്ലോയ്ഡ് ആണ്. ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഈസ് യുവർ പാർട്ട്ണർ എ മെമ്പർ ഓഫ് HM ഫോഴ്സസ് ഓർ എ സിവിൽ സർവൻറ്റ് വർക്കിംഗ് അബ്രോഡ്. നോ. In the last 3 months, has your partner worked in a country outside the UK? No. In the last 3 months, has your partner been paid benefits from a country outside the UK? No ആണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ചൈൽഡ്സ് നെയിം ഫസ്റ്റ് നമ്മൾ കുട്ടിയുടെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. Has the child been known by any other names? No. അടുത്തത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. What's the child's sex as recorded on the birth certificate? Male. Where was the child's birth registered? ഇവിടെ ഇംഗ്ലണ്ടാണ്. നമ്മൾ ഇംഗ്ലണ്ട് കൊടുക്കുന്നു. Does the child's birth certificate have a system number? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് this is the 9-digit number from the bottom left hand corner of the birth certificate. അപ്പം നമ്മൾ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ എവിടെയാണ് ഈ ഒരു സിസ്റ്റം നമ്പർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെയുള്ള നമ്പർ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എസ് കൊടുക്കുക. അതിനുശേഷം വാട്ട്സ് ദ സിസ്റ്റം നമ്പർ ഓൺ ദ ചൈൽഡ്സ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആർ യു അഡോപ്റ്റിംഗ് ഓർ പ്ലാനിങ് ടു അഡോപ്റ്റ് ദിസ് ചൈൽഡ് ത്രൂ ദ ലോക്കൽ അതോറിറ്റി? നോ. ഹൗ ആർ യു റിലേറ്റഡ് ടു ദ ചൈൽഡ്? കുറേ ഓപ്ഷൻ ഉണ്ട്. ബർത്ത് ചൈൽഡ്, അഡോപ്റ്റഡ് ചൈൽഡ്, സ്റ്റെപ്പ് ചൈൽഡ്, കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബർത്ത് ചൈൽഡ് കൊടുത്തു. Have you or anyone else ever claimed child benefit for this child? No. Does this child live with you? Yes. In the last year, has the child lived with anyone else that has a different address to you? No. നമുക്ക് നമ്മുടെ ആൻസേഴ്സിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ കുട്ടീനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് അനദർ ചൈൽഡ് കൊടുത്തിട്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. ചോദിക്കുന്നത് യുവർ അഡ്ജസ്റ്റഡ് ഇയർലി നെറ്റ് ഇൻകം. വാട്ട് ഈസ് യുവർ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം ഈച്ച് ഇയർ? ബിലോ 60,000 പൗണ്ട് ആണ്. അത് കൊടുക്കുക. യുവർ പാർട്ട്നേഴ്സ് അഡ്ജസ്റ്റഡ് ഇയർലി നെറ്റ് ഇൻകം. വാട്ട് ഈസ് യുവർ പാർട്ട്നേഴ്സ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം ഈച്ച് ഇയർ? അതും ബിലോ 60,000 പൗണ്ട് ആണ്. അടുത്ത ചോദിക്കുന്നത് ഡു യു ഹാവ് എ UK ബാങ്ക് ബിൽഡിംഗ് സൊസൈറ്റി ഓർ ക്രെഡിറ്റ് യൂണിയൻ അക്കൗണ്ട് ദാറ്റ് ചൈൽഡ് ബെനിഫിറ്റ്സ് ക്യാൻ ബി പെയ്ഡ് ടു? അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട്, സോർട്ട് കോഡ് ആൻഡ് അക്കൗണ്ട് നമ്പറാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ആർ യു ദ അക്കൗണ്ട് ഹോൾഡർ? യെസ്, ഐ ആം ദ ഓൺലി അക്കൗണ്ട് ഹോൾഡർ. സേവ് ആൻഡ് കണ്ടിന്യൂ. വാട്ട് ആർ ദ ബാങ്ക് ഡീറ്റെയിൽസ് ദാറ്റ് ചൈൽഡ് ബെനിഫിറ്റ് ക്യാൻ ബി പെയ്ഡ് ഇൻ ടു? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ, സോർട്ട് കോഡും ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ സൈഡിലെല്ലാം കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. അതിനുശേഷം അക്സെപ്റ്റൻസ് സെൻഡ് കൊടുക്കുക. പിന്നെ ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷൻ നിങ്ങൾ ബോക്സ് ടിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റൻസ് സെൻഡ് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ചൈൽഡ് ബെനിഫിറ്റ് റിസീവ്ഡ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ HMRC ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൂഫ് ഓഫ് എൻറ്റൈറ്റിൽമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചൈൽഡ് ബെനിഫിറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാഷ് നമുക്ക് കിട്ടാനായിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 മാസം വരെയുള്ളത് നമുക്ക് കിട്ടും. നമ്മൾ താമസിച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 മാസം വരെയുള്ളത് ബാക്ക് ഡേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു ഈ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.